ഹലോ ഗൈസ്, ജെഫോട്ടക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ലൈവ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ഒരു എട്ടിൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലൈവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കണ്ടന്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ലൈവ് അവിടെ സേവ് ആയി കിടപ്പുണ്ടാവും അല്ലേ. അതായത് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അകത്ത് കണ്ടന്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ചെയ്ത ലൈവ് നമുക്ക് സാധാരണ നമ്മളെ ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡുച്ചിനെ അടിച്ച് കട്ടാക്കി പോരുന്നു. അതിനുശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണെങ്കിൽ മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി ഒരു തമ്പനയിലെല്ലാം കൊടുത്ത്, ചില ആൾക്കാർ തമ്പനയിലൊക്കെ കൊടുക്കും, എന്നിട്ട് ടൈറ്റിലെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് സേവ് ആക്കുകയാണ് ചെയ്യുക. കാരണം ലൈവിന് ശേഷം വരുന്ന വ്യൂവേഴ്സിന് നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ വരുമാനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈവ് ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് വരുമ്പോൾ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരാണെങ്കിൽ വാച്ച് ടൈം കിട്ടും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലേ. കൂടുതൽ ആൾക്കാരും ലൈവ് വെച്ചിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കുന്നത്. പക്ഷേ ആ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റാത്തതിൻ്റെ മൊത്തത്തിലൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ലൈവ് അവിടെ കാണാനില്ല. നിങ്ങൾ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് അവിടെ ആ ഒരു ഇതിനകത്ത് കാണുന്നില്ല. എല്ലാവർക്കും ഇല്ല, എന്നാൽ കൂടുതൽ ആൾക്കാർക്ക് ലൈവ് കിട്ടുന്നില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഒരാൾക്കാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം അത് അവരുടെ എന്തെങ്കിലും പ്രശ്നം, അവരുടെ ചാനലിൻ്റെ പ്രശ്നമായിരിക്കണം എന്ന് വിചാരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഏകദേശം പേർക്ക് ഈ ഒരു വിഷയം കാണിക്കുന്നുണ്ട്. ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ലൈവ് അവിടെ കാണാൻ പറ്റുന്നില്ല അല്ലേ. എഡിറ്റ് ചെയ്യാനോ, അതിന് ടൈറ്റിൽ കൊടുക്കാനോ, സേവ് ചെയ്യാനോ, മോണിറ്റൈസേഷൻ ഓണാക്കാനോ, അതിന് വാച്ച് ടൈം കൗണ്ട് ആകുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാരണം 2-3 ദിവസം തുടങ്ങിയിട്ട് നമുക്ക് 5 ദിവസം കഴിഞ്ഞാലാണ് ഈ ഒരു മണിക്കൂർ ഏൺ പേജിലോട്ട് കൗണ്ട് ആവും അല്ലേ. മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് മണിക്കൂർ കൗണ്ട് ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 5 ദിവസം പിടിക്കും അല്ലേ. അവിടെ ഷോയിൻ ഡാറ്റ ഓഫ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിക്കുന്നുണ്ടാവും നമുക്ക് ഏൺ പേജിൽ. അപ്പോൾ ഇന്നലെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈവിൻ്റെ കാര്യത്തിൽ വാച്ച് അവർ, നമുക്ക് ഈ മിസ്സായി പോകുന്ന ലൈവിൻ്റെ വാച്ച് അവർ ഇവിടെ കൗണ്ട് ആകുന്നുണ്ടോ എന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ ഈ മോണിറ്റൈസേഷന് വേണ്ടി കഷ്ടപ്പെടുന്ന, ലൈവ് വെച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സ്ഥിതി ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ചാറ്റുകൾ നമ്മൾ ലൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈവിൻ്റെ അകത്ത് സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അതും കൗണ്ട് ആകുന്നുണ്ടോയെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കാണിച്ച് നമ്മൾ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. റെസ്പോൺസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സങ്കടത്തിലോട്ടാണ് പോകുന്നത്. യൂട്യൂബിൻ്റെ ഭാഗത്ത് ഇപ്പം പല രീതിയിലുള്ള എറർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, യൂട്യൂബിൻ്റെ ഭാഗത്തിൽ വല്ലാത്ത എററും കാര്യങ്ങളൊക്കെയാണ്. പല സൈസിൽ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് ഇത് എൻ്റെ സ്വന്തം പ്രശ്നമാണോ, ഇതെന്താ എൻ്റെ ലൈവിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക വീഡിയോ കാണാത്തത്, ഞാൻ ചെയ്ത് കട്ടാക്കി ശരിയാകാതെ, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് ചോദിച്ചു. ഞാനവിടെ ഇൻഡുച്ചിനെ അടിച്ച് കട്ടാക്കിയിട്ട് ഞാൻ സേവ് എന്തോ എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണോ ഇതിവിടെ വരാത്തത് എന്ന് ചോദിച്ചാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല, മൊത്തത്തിലുള്ള പ്രശ്നമാണ്. അത് തന്നെ ശരിയാണ്ടതാണ്. നിങ്ങളുടെ പോയ ലൈവുകളൊക്കെ അവിടെ കണ്ടന്റിനകത്ത് കൊണ്ടുത്തരാനുള്ള ഉത്തരവാദിത്തം യൂട്യൂബിനുണ്ട്. എന്തായാലും വരുമെന്ന് വിചാരിക്കും. അങ്ങനെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ താമസിയാതെ 1-2 ദിവസം കൊണ്ട് അത് ക്ലിയർ ആയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തിരിച്ച് ക്ലിയർ ആയി കിട്ടേണ്ടതാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഇത് പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് രാവിലെ തന്നെ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.